അനിയത്തിപ്രാവ് പോലൊരു പ്രണയചിത്രം സ്വർണ്ണനിലാവൊരുക്കുമ്പോൾ അണിയറ പ്രവർത്തകർ അങ്ങനെയാണ് ചിന്തിച്ചത്. ചിത്രത്തിൽ നായിക താരയായി അഭിനയിക്കുമ്പോൾ ലേഖ പാണ്ഡെ എന്ന ഉത്തരേന്ത്യക്കാരി പെൺകുട്ടിയുടെ മനസ്സിലും പ്രതീക്ഷകളേറെ. നായകനായ അൻസലിന് കുഞ്ചാക്കോ ബോബനുമായുള്ള സാദൃശ്യത്തിലൂടെ ഷൂട്ടിംഗ് കാലം ചിത്രത്തിന് നല്ല പബ്ലിസിറ്റിയും ലഭിച്ചു. ഉത്തർപ്രദേശിൽ നിന്ന് മദിരാശിയിൽ കുടിയേറിയതാണ് ലേഖ. ചേച്ചി ശുഭശ്രീ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലൊക്കെ ഭാഗ്യം പരീക്ഷിച്ചിരുന്നു. മലയാളത്തിൽ ഹിറ്റ് ലിസ്റ്റ് എന്ന സിനിമയിൽ ശുഭശ്രീയായിരുന്നു നായിക. ലേഖയുടെ കസിൻ മാലാശ്രീയാണെങ്കിൽ അക്കാലം കന്നഡത്തിലെ കൊടി കെട്ടിയ നായിക. പക്ഷേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ല. തമിഴിൽ മനൈവിക്ക് മര്യാദ, താലാട്ടും പൂങ്കാറ്റിൽ, ടൈം തുടങ്ങിയ ചിത്രങ്ങളിൽ ലേഖ അഭിനയിച്ചിരുന്നു. ഉപനായികയായി ലേഖാശ്രീ എന്ന പേരിൽ തുടക്കം കുറിച്ച മനൈവിക്ക് മര്യാദ അവിടെ ശരാശരി വിജയവും നേടിയിരുന്നു. പക്ഷേ തമിഴിൽ ലേഖയുടെ രാശി തെളിഞ്ഞില്ല. കന്നഡത്തിൽ ചില സിനിമകൾ ചെയ്തെങ്കിലും വിജയം അപ്പോഴും ലേഖയുടെ പടിക്കപ്പുറം നിന്നു. 2000-ലെ രാക്കിളികളിലൂടെ ഓർക്കാപ്പുറത്ത് ലേഖ പാണ്ഡെ തിരിച്ചു വന്നു. സിന്ധുവുമൊത്തുള്ള ലേഖയുടെ രതിരംഗങ്ങളായിരുന്നു ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. സിനിമ വിജയിച്ചതോടെ അങ്ങനെ മറ്റൊരു ഗ്ലാമർ നായിക കൂടി മലയാളത്തിന് സ്വന്തമായി. ദീപ്തത്തിലെ ഷീബ എന്ന പ്രണയവഞ്ചനയ്ക്കിരയാവുന്ന പെൺകുട്ടിയാണ് 2001-ലെ ലേഖയുടെ ഹിറ്റ് കഥാപാത്രം. ഒപ്പം മലരമ്പൻ, പ്രേമാഗ്നി തുടങ്ങിയ ചിത്രങ്ങൾ കൂടി എത്തിയതോടെ ലേഖ പാണ്ഡെയ്ക്ക് ഇവിടെ ആരാധകരുണ്ടായി. 2002-ൽ സൂപ്പർ ഹിറ്റ് ചിത്രം നഖചിത്രങ്ങളിൽ മാളവിക എന്ന സംഗീതാധ്യാപികയായി അടിമുടി ഗ്ലാമറിൽ നടി ഷക്കീലയ്ക്കും സിന്ധുവിനും രേഷ്മയ്ക്കും ചെക്ക് വെച്ചു. 2003-ൽ 16-ാം പ്രായത്തിൽ ലക്ഷ്മി എന്ന പെൺകുട്ടിയായി വേറിട്ടൊരു വേഷത്തിൽ ലേഖയെത്തി. ഭാവനയും രേഷ്മയും നായികമാരായ ചിത്രത്തിൽ നടി നല്ല പ്രകടനം നൽകിയെങ്കിലും മാറിയ തരംഗത്തിൽ ആ സിനിമ അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. നല്ല സിനിമകൾ ഒരു സ്വപ്നം മാത്രമാണെന്ന് ഒടുവിൽ ലേഖ പാണ്ഡെ തിരിച്ചറിഞ്ഞു. തുടർന്ന് വിവാഹിതയായി ബാംഗ്ലൂരിൽ സെറ്റിലായ നടി ഇന്ന് നമുക്കൊപ്പമില്ല. നിഷയെന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല, ധന്യശ്രീ എന്ന് പറഞ്ഞാലും അറിയില്ല. ഇനി താരിക എന്ന് കേട്ടാലോ? മൂന്നും ഒരാളാണ്. സൂപ്പർ ഹിറ്റ് ചിത്രം ഫോർ ദി പീപ്പിളിൽ ലോറിയിൽ ഉന്മാദ നൃത്തം ചെയ്തുകൊണ്ട് നായകനോട് കുറുമ്പിൻ്റെ കരിമ്പൊന്ന് കടിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സുന്ദരി പെണ്ണിനെ ഓർമ്മയില്ലേ? മിഴിമുന കൊണ്ട് പ്രേക്ഷകൻ്റെ നെഞ്ചിൽ കാമനകളുടെ ബല്ലേ തീർത്ത ആ നടി നിഷയാണ്. ഡിഫൻസ് സർവീസ് ഉദ്യോഗസ്ഥനായ ജമാലുദ്ദീൻ്റെയും തിരുവനന്തപുരംകാരി ചാന്ദിനി ബീഗത്തിൻ്റെയും മകൾ കന്നഡത്തിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. നിഷ എന്ന യഥാർത്ഥ പേരിലാണ് കന്നഡത്തിൽ വേഷമിട്ടതെങ്കിൽ മലയാളത്തിലെത്തിയപ്പോൾ ധന്യശ്രീ എന്ന് പേരുമാറ്റേണ്ടി വന്നു. ജനനായകനിലെ ഉപനായിക ദേവുവായി നിസാറാണ് നടിയെ മലയാളത്തിന് പരിചയപ്പെടുത്തിയത്. നിഷയെ ധന്യശ്രീയാക്കിയതും നിസാർ. മാർക്കൻഡൻ എന്ന ചിത്രത്തിലേക്കും ഇതേ വർഷം 99-ൽ നടി കരാറായി. 2000-ലെ പ്രിയങ്കരിയാണ് ധന്യശ്രീയുടെ കരിയർ വഴിതിരിച്ചു വിടുന്നത്. ഇടവേള ബാബു നായകനായി ഗ്ലാമറും കോമഡിയും മിക്സ് ചെയ്തെടുത്ത പ്രിയങ്കരി മലബാർ ഏരിയയിൽ നല്ല ലാഭം സ്വന്തമാക്കിയതോടെ ചിത്രത്തിൽ രാധ എന്ന നായികാവേഷം ചെയ്ത ധന്യശ്രീക്ക് ഒരു ഗ്ലാമർ നടിയുടെ പരിവേഷവും കൈവന്നു. തമിഴിലേക്ക് തിരിഞ്ഞ നടി താരിക എന്ന പേരിൽ ഭാരതിരാജയുടെ ഇറനിലത്തിൽ നായകൻ്റെ സഹോദരിയും. കുറ്റാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതുക്കോട്ടയിലിരുന്ന് ശരവണനിൽ ധനുഷിനൊപ്പം ചെയ്ത മാദക നൃത്തമാണ് 2003-ൽ നടിയെ തമിഴിൽ ശ്രദ്ധേയയാക്കുന്നത്. തൊട്ടടുത്ത വർഷം 2004-ൽ മലയാളത്തിൽ ഫോർ ദി പീപ്പിളിൽ ഓടുന്ന ലോറിയിൽ ചെയ്ത മാദക നൃത്തവും താരികയ്ക്ക് കൈനിറയെ ആരാധകരെ നേടിക്കൊടുത്തു. മഞ്ഞൾ വെയിൽ എന്ന ചിത്രത്തിലെ ഡയബറ്റിക് പേഷ്യൻ്റാണ് താരികയുടെ നല്ല കഥാപാത്രങ്ങളിലൊന്ന്. ഉണ്ണിയാർച്ച സീരിയലിലെ ടൈറ്റിൽ വേഷത്തിലൂടെ കുടുംബ പ്രേക്ഷകരെ തേടി നടിയെത്തിയത് 2007-ൽ. 2009-ൽ ലവ് ഇൻ സിംഗപ്പൂരിൽ മമ്മൂട്ടിക്കൊപ്പം ഒരു ഐറ്റം നമ്പർ ചെയ്ത് തിരിച്ചുപോയ താരികയെക്കുറിച്ച് പിന്നീട് അപ്ഡേഷനുകളൊന്നും ലഭ്യമല്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ സൃഷ്ടി സ്ത്രീയാണ്. സ്ത്രീയുടെ സൗന്ദര്യം മൂടിവെക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ ആത്മജനം ആരുടേതാണെന്നറിയാമോ? ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട. പാതിരാപക്ഷി എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ നായിക ചന്ദ്രികയെ അവതരിപ്പിച്ച നടി സൗമ്യ പറഞ്ഞതാണ് ഈ വാക്കുകൾ. ആരാണ് സൗമ്യയെന്നോ? മാമി എന്ന ചിത്രം കണ്ടവരൊന്നും ചിത്രത്തിൽ ഷക്കീലയുടെ സീതാലക്ഷ്മിക്ക് ഭീഷണിയായ ശ്രീദേവിയെ അവതരിപ്പിച്ച പെൺകുട്ടിയെ മറക്കില്ല. സിനിമയ്ക്ക് വേണ്ടി വസ്ത്രങ്ങൾ മറക്കാൻ ബാംഗ്ലൂർ മോഡൽ സൗമ്യയെ പ്രേരിപ്പിച്ചത് മലയാളത്തിലെ മൃദുനീല തരംഗമാണ്. മലയാളിയാണ് സൗമ്യ. മോഡലിംഗ് സൗകര്യാർത്ഥം ബാംഗ്ലൂരിൽ കുടിയേറി.
പ്രേം പൂജാരി, ഏഴുപുന്ന തരകൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചെങ്കിലും സൗമ്യയ്ക്ക് ആദ്യമായി തിരിച്ചറിയപ്പെടുന്ന ഒരു കഥാപാത്രം ലഭിച്ചത് 2000-ലെ പ്രിയങ്കരിയിൽ. പ്രിയങ്കരി ഹിറ്റായതോടെ മുരളിയുടെ പാതിരാപ്പക്ഷിയിൽ ചന്ദ്രിക എന്ന നായികാവേഷം നടിയെ തേടിയെത്തി. സൗമ്യ നായികയായ ചിത്രത്തിൽ ഉപനായികാവേഷത്തിലായിരുന്നു ഷക്കീല. തൊട്ടാൽ പൂമലരും ചിത്രം സൗമ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് ചിത്രം മലയാളത്തിൽ റിലീസാവുന്നത് ഈ കാലത്താണ്. സിനിമയിലെ സൗമ്യയുടെ പ്രകടനം കണ്ട് മലയാള സിനിമ ഒന്നടങ്കം വിസ്മയിച്ചു. UC റോഷൻ ഒരുക്കിയ ജർമ്മൻ ചിത്രത്തിൽ വരെ 2001-ൽ നായികാവേഷം നടിയെ തേടിയെത്തി. ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്ന കാലത്തു തന്നെ T. രാജേന്ദ്രൻ്റെ തായ് തങ്കൈ പാശം, പൂവിൻ രാഗം തുടങ്ങിയ ചിത്രങ്ങളിലും ഗ്ലാമറസ് വേഷങ്ങളിൽ സൗമ്യ അഭിനയിച്ചു. SP ശങ്കറിൻ്റെ ഈ രാവിൽ എന്ന സിനിമയിലാണ് മാക്സിമം ഗ്ലാമറിൽ സൗമ്യ എത്തിയത്. നീലത്തരംഗം അസ്തമിച്ചതോടെ സൗമ്യയും ലൈംലൈറ്റിൽ നിന്ന് പിന്മാറി.